മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം ഓർത്തിരിക്കുന്ന ഒരു പ്രശസ്ത വ്യക്തി അല്ലെ, ഒരു കവയിത്രി അല്ലെ, ഒരു നോവലിസ്റ്റ് ആണ് നമ്മുടെ മാധവിക്കുട്ടി. മാധവിക്കുട്ടി ഇടക്കാലത്ത് മുസ്ലിം മതത്തിൽ പോവുകയും മുസ്ലിം ആവുകയും ചെയ്തു. അത് ഭയങ്കര വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു. കമലാസുര എന്ന പേര് സ്വീകരിച്ചിരുന്നു. ആ പേര് സ്വീകരിച്ചിരുന്നതും അത് നിർബന്ധമായി ആക്കിയതല്ല. അവരെ ആരും അവരുടെ ഇഷ്ടപ്രകാരം അവർ മതം മാറിയതാണെന്നാണ് ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നോവൽ ഇറങ്ങി. ആ നോവലിനെതിരെ ഒരാൾ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. ആ കേസ് കൊടുത്തത് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ MP ആയിരിക്കുന്ന മദനി എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രഭാഷകനാണെന്ന് നമുക്കെല്ലാം അറിയാം. മോഹൻലാലിൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ പ്രശസ്തമാണ്. അദ്ദേഹം ഇന്ന് മുസ്ലിം ലീഗിൻ്റെ MP ആയിട്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുകയും നേരത്തെ അദ്ദേഹം പ്രാസംഗികനായി പ്രശസ്തി നേടുകയും ചെയ്ത ആ വ്യക്തിക്കെതിരെ ആരോപണം മറ്റൊന്നുമായിരുന്നില്ല, കമലാസുരയുമായി പ്രണയമായിരുന്നു. അദ്ദേഹത്തിനേക്കാൾ പ്രായം കൂടിയ കമലാസുര എന്ന് പറഞ്ഞാൽ കമലാസുര ആവുന്നതിന് മുമ്പ് മാധവിക്കുട്ടിയുമായി പ്രണയമായും മാധവിക്കുട്ടിയെ രാത്രികളിൽ വിളിക്കുകയും അവരുമായി സംഭാഷണം ചെയ്യുകയും അവർക്ക് കവിതകൾ പാടിക്കൊടുക്കുകയും ചെയ്തു. അവരുമായി പ്രണയമാവുകയും ചെയ്തു. ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തണമെങ്കിൽ, കല്യാണം കഴിക്കണമെങ്കിൽ അവർ മതം മാറണമെന്ന നിബന്ധന വെക്കുകയും അങ്ങനെ അവർ മതം മാറി കമലാസുരയായതാണെന്നും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഇത്രയും വലിയൊരു പ്രശസ്തയായ വ്യക്തിയെ മതം മാറ്റുന്നതിന് പണം ഇറക്കിയതാണെന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. അത് സത്യമാണല്ലെന്നാണ് അദ്ദേഹം നിഷേധിച്ചിട്ടുള്ളത് മൊത്തവും. കമലാസുരയായ അല്ലെങ്കിൽ മാധവിക്കുട്ടി ഒരിക്കലും ഒരു പൊതുപരിപാടിയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല മദനി മുഖാന്തരമാണ് ഞാൻ ഈ മതം മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്രണയത്തെ തെറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ അവരുടെ നോവലുകളിൽ പേര് മാറ്റി വേറൊരു പേരെഴുതി അവർ ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് BJP നേതാവുമായ PS ശ്രീധരൻപിള്ള വഴിയാണ് സമദാനി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തങ്ങളെ രണ്ടുപേരെയും ചേർത്തുയർന്ന അപവാദങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് മാധവിക്കുട്ടി തന്നെ നിഷേധിച്ചതാണ്. തനിക്കയച്ച കത്തുകളിലെല്ലാം അമ്മ എന്നാണ് അവർ സംബോധന ചെയ്തിരുന്നത്. മറിച്ചുള്ള ആരോപണങ്ങൾ പുസ്തകം വിറ്റഴിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. പുസ്തകത്തിൽ പറയുന്ന സാദിഖ് അലി താനല്ല. മാധവിക്കുട്ടിയുടെ മതം മാറ്റവുമായി ഒരു ബന്ധവുമില്ല. അവഹേളനം തന്നോട് മാത്രമല്ല, മരണശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഇത്തരം ആരോപണങ്ങൾ വരുന്നത് മാധവിക്കുട്ടിയോട് ചെയ്യുന്ന ക്രൂരതയാണ്. മാധവിക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി സിനിമ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രണയത്തിന്റെ രാജകുമാരി ചർച്ചയാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സമദാനി നിയമ നടപടിക്ക് നീങ്ങുന്നത്. കാനഡ സ്വദേശിനിയായ മെർലി വെയ്സ്ബോട്ട് മാധവിക്കുട്ടിയോടൊത്തുള്ള സൗഹൃദമാണ് പുസ്തകത്തിൽ വിവരിക്കുന്നത്. മെർലിക്കും പ്രസാധകരായ ഗ്രീൻ ബുക്സിനുമെതിരെയാണ് നോട്ടീസ്. വക്കീൽ നോട്ടീസ് സംബന്ധിച്ച് പ്രതികരിക്കാനില്ലെന്ന് സമദാനി അറിയിച്ചു. സാജൻ സക്രിയ എന്ന പ്രമുഖ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഈ വ്യക്തി, സാജൻ സക്രിയ പറഞ്ഞ ഈ കമലാസുരയുടെ ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. ഇത് എത്ര സത്യമുണ്ടോ അല്ലെങ്കിൽ ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം പോവുകയും കമലാസുരയെ കാണുകയും അവരുടെ അഭിപ്രായം ആരാഞ്ഞ്, പക്ഷേ അത് റെക്കോർഡ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. കമലാദാസ് കൊച്ചിയിലുണ്ടോ? നമുക്കൊന്ന് കണ്ടാലോ. മാധവിക്കുട്ടി എന്ന കമലാദാസ് അപ്പോഴേക്കും കമലാസുരയായി മാറിയിരുന്നു. കൊച്ചിയിൽ കടവന്ത്രയ്ക്ക് സമീപം ഒരു ഫ്ളാറ്റിലാണ് അവരുടെ താമസം എന്നെനിക്കറിയാം. വരുന്നു എന്നറിയിക്കാൻ ഒരു ഫോൺ വിളി പോലും ഇല്ലാതെ ഉടൻ തന്നെ ഞങ്ങൾ അവരുടെ ഫ്ളാറ്റിലേക്ക് പോയി. അപ്പോയിന്റ്മെന്റ് ഇല്ലാത്തതിനാൽ കാണാൻ അനുമതി കിട്ടില്ല എന്നാണ് കരുതിയത്. എന്നാൽ ഒരു കോളിംഗ് ബെല്ലിൽ വാതിൽ തുറന്നു. അവരോടൊപ്പം സഹായിയായുള്ള സ്ത്രീയാണ് വാതിൽ തുറന്നത്. കാര്യം സൂചിപ്പിച്ചപ്പോൾ ലിവിംഗ് എയറിലേക്ക് പ്രവേശനം കിട്ടി. ഇത് സത്യമാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അനുഭവവും അങ്ങനെ തന്നെയാണ്. വെറുതെ ചെന്ന് കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ വീട്ടിലേക്ക് കയറ്റുകയായിരുന്നു. ഇന്നത്തെ കാലത്ത് അനുമതി ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അന്നത്തെ കാലത്തും എഴുത്തുകാർ അങ്ങനെയായിരുന്നു. അവിടെ മഞ്ഞിന്റെ ധവളിമയുള്ള വസ്ത്രം ധരിച്ച് തല തട്ടമിട്ട് മൂടി പ്രിയപ്പെട്ട എഴുത്തുകാരി. ഫ്ളാറ്റിലെ വിരസ നിമിഷത്തിലും വേഷത്തിൽ അവർ മുസ്ലിം സ്ത്രീയായിരുന്നു. സംസാരിക്കാൻ ആരെങ്കിലും വന്നെങ്കിൽ എന്ന് കാത്തിരിക്കുന്നത് പോലെയായിരുന്നു അവർ. ഞങ്ങളെ കണ്ടതും വാചാലരായി. മണിക്കൂറുകളോളം നീണ്ട സംസാരം പല വിഷയങ്ങളിലേക്ക് പടർന്നു. മക്കളെക്കുറിച്ച് പറയുമ്പോൾ അവർ വാത്സല്യമുള്ള അമ്മയായി. ബാലമണി അമ്മയെ പറ്റിയായപ്പോൾ ഓമനപുത്രിയായി. ദാസിനെ പറ്റിയായപ്പോൾ വൈധവ്യം പേറുന്ന ഭാര്യയായി. കൃഷ്ണനെ പറ്റിയായപ്പോൾ അവർ രാധയായി. ചെറു തമാശകളിൽ നിറഞ്ഞു ചിരിച്ചു. ഇടയ്ക്ക് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ പ്രായം 70 അടുക്കുന്നു എന്ന കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ എന്നോടൊന്ന് പിണങ്ങുകയും ചെയ്തു. എന്താ കുട്ടി പറയണേ, അത്രയ്ക്ക് പ്രായമായോ എനിക്ക് എന്ന് സങ്കടപ്പെട്ടു. അന്നത്തെ സംസാരത്തിൽ അവർ ഏറെ മനസ്സ് തുറന്നത് മുസ്ലിം ലീഗിലെ ഒരു ഉന്നത നേതാവിനോട് തോന്നിയ പ്രണയത്തെ പറ്റിയാണ്. അതേ തുടർന്നാണ് ഇസ്ലാമിലേക്ക് മതം മാറാനിടയായതെന്നും സൂചിപ്പിച്ചു. സാംസ്കാരിക പ്രഭാഷകൻ എന്ന നിലയിൽ 10,000-ങ്ങളെ തന്റെ വാഗ്ധോരണി കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിവുള്ള അദ്ദേഹത്തിന്റെ വാഗ്വിലാസം തന്നെയാണ് മാധവിക്കുട്ടിയെയും ആകർഷിച്ചത്. ഏകാന്തമായ രാത്രികളിൽ അദ്ദേഹം വിളിക്കാറുള്ളതും പ്രണയം തുളുമ്പുന്ന കവിതകൾ ഉരുവിടാറുള്ളതും അറിയിച്ചു. എത്രയോ രാത്രികൾ നീണ്ടുവത്രേ ആ പ്രണയ സല്ലാപങ്ങൾ. അതൊക്കെ കേട്ട് അസാധാരണ പ്രതിഭയുള്ള ഒരാളാണ് മറുതലയ്ക്കൽ എന്ന് മാധവിക്കുട്ടി കരുതി. അതാണ് ഷഷ്ടിപൂർത്തി കഴിഞ്ഞ കാലത്തിനും തന്നെക്കാൾ പ്രായം കുറഞ്ഞ അയാളെ പ്രണയിച്ചുകൊണ്ട് അവരൊരു പ്രണയിനിയായത്. പ്രണയം ജ്വലിച്ച ആ നാളുകളിലൊന്നിൽ ഒരു നവോഠയായി അവർ അയാളുടെ വീട്ടിലേക്ക് ചെന്നു. നേരത്തെ വിവാഹിതയായിരുന്നു അയാൾ.
ആ ഭാര്യയും ആ ബന്ധത്തിലെ മക്കളും വീട്ടിലുണ്ട്. ആ വീട്ടിലെ മണിയറയിൽ ഇരിക്കെ അയാളുടെ ആദ്യ ഭാര്യ അവരെ ഊട്ടി. അയാളുടെ മക്കൾ അതൊക്കെയും കൗതുകത്തോടെ നോക്കി നിന്നു. 2-3 ദിവസം അവരവിടെ അയാളുടെ ഭാര്യയായി കഴിഞ്ഞു. പിന്നെ തിരികെ കൊച്ചിയിലെ തന്റെ വാസസ്ഥലത്തേക്ക് പോന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ച ദിവസങ്ങളിൽ അവിടെ തങ്ങി നിന്ന നോൺ വെജ് മണമോത്ത് ഞങ്ങൾക്ക് മുമ്പിലും അവർക്ക് മനം പുരട്ടലുണ്ടായി. അതിലെല്ലാം ഉപരി അയാളുടെ വിരലറ്റത്ത് നഖങ്ങളോട് ചേർന്ന് തങ്ങി നിന്ന അഴുക്കിന്റെ കറുപ്പ് രേഖ അവർക്ക് ഓക്കാനം വരുത്തി. എത്രയോ രചനകളിൽ കഥാപാത്രങ്ങളുടെ സുന്ദരമായ വിരലുകളെ പറ്റിയും ഭംഗിയുള്ള നഖങ്ങളെ പറ്റിയും എഴുതിയവരാണവർ. തിരിച്ചു വന്നപ്പോൾ അവരുടെ പ്രണയം പൊലിഞ്ഞു.